ഇവിടെ പറയുന്നത് UAPA കുറിച്ചാണ്. അലൻ ഷുഹൈബ് പന്തീരങ്കാവ് UAPA കേസ് എടുത്തുകളയാൻ ടീം UDFന് കഴിയുമോ എന്ന് ചോദിച്ച സാഹചര്യമാണ് മുൻപിലുള്ളത്. ഭരണകൂടത്തിന്റെ ബോധപൂർവമായ ഇടപെടൽ UAPA കേസുകളിലുണ്ടെന്ന വിമർശനം എക്കാലത്തും ശക്തമാണ്. ഇത് ശരിവെക്കുന്ന തരത്തിൽ സുപ്രീം കോടതി തന്നെ രംഗത്ത് വരികയാണ്. ഇതാ പൗരത്വ സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥി നേതാക്കളായ ഉമർ ഖാലിദിനും സർജീൽ ഇമാമിനും ജാമ്യം നിഷേധിച്ച രണ്ടംഗ ബെഞ്ചിന്റെ വിധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ച്. ജാമ്യമാണ് നിയമമെന്നും ജയിൽ അപവാദമാണെന്നുള്ളത് UAPA കേസുകൾക്കും ബാധകമാണെന്ന് ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് മറ്റൊരു UAPA കേസിലെ ജാമ്യവിധിയിൽ വ്യക്തമാക്കി. വലിയ ബെഞ്ചുകൾ സൃഷ്ടിച്ച കീഴ്വഴക്കങ്ങൾ ചെറിയ ബെഞ്ചുകൾ ലംഘിക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ലെന്ന് ജാമ്യം നിഷേധിച്ച രണ്ടംഗ ബെഞ്ചിനെ സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. മൂന്നംഗ ബെഞ്ചിന്റെ വിധി മറികടന്നാണ് ഉമർ ഖാലിദിനും സർജീൽ ഇമാമിനും ഡിവിഷൻ ബെഞ്ച് ജാമ്യം നിഷേധിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നയിച്ചതിന് ഡൽഹി കലാപ ഗൂഢാലോചന കുറ്റം ചുമത്തി ജയിലടച്ച എല്ലാ വിദ്യാർത്ഥി നേതാക്കൾക്കും ജാമ്യം അനുവദിച്ചപ്പോൾ ഉമർ ഖാലിദിനും സർജീൽ ഇമാമിനും മാത്രം നിഷേധിക്കുകയായിരുന്നു. UAPA കേസുകളിൽ വിചാരണക്കുള്ള കാലതാമസം ജാമ്യം നൽകാൻ മതിയായ കാരണമാണെന്ന 2021 KM നജീബ് കേസിൽ സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി അംഗീകരിക്കാതെയാണ് ഉമർ ഖാലിദിനും സർജീൽ ഇമാമിനും ജാമ്യം നിഷേധിച്ചതെന്ന് ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഈ വാദം ഡൽഹിയിൽ നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അധികാരമേറ്റെടുത്ത UDF സർക്കാരിനോട് പന്തീരങ്കാവ് UAPA കേസ് എടുത്തുകളയാൻ പറ്റുമോ എന്നാണ് ആ കേസിൽ ദുരിത ജീവിതം നയിച്ച അലൻ ഷുഹൈബ് ചോദിക്കുന്നത്. ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലൂടെ അലന്റെ ചോദ്യം അതിങ്ങനെയാണ്: പന്തീരങ്കാവ് UAPA കേസ് എടുത്തുകളയാൻ പുതുതായി വന്ന VD സതീശൻ മന്ത്രിസഭയ്ക്ക് കഴിയുമോ എന്ന ചോദ്യം എന്നെയും താഹയും സ്നേഹിക്കുന്നവർ നേരിട്ടുമല്ലാതെയും പലപ്പോഴായി ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നതാണ് ഉത്തരം. കാരണം കേസിൻ്റെ അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഏജൻസിയായ NIA ആണ്. ഇനി കേന്ദ്ര സർക്കാരിനല്ലാതെ ആർക്കും ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ തന്നെ സ്വന്തം കാര്യത്തിന് ആരുടെ മുൻപിലും കൈകൂപ്പാനില്ല. മാത്രവുമല്ല, 146 സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞ ഞാനും താഹയും ഉസ്മാൻ, വിജിത്ത് എന്നിവരോടുള്ള കേസിൽ തുടർ നടപടികൾക്ക് ശേഷം അടുത്ത 6 മാസത്തിനുള്ളിൽ വിധി NIA കോടതിയിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. VD സതീശൻ സർക്കാരിന് ചില കാര്യങ്ങൾ ചെയ്യാം. 2007 മുതൽ ഇതുവരെയുള്ള VS ഉമ്മൻചാണ്ടി, പിണറായി സർക്കാരുകൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മുകളിൽ ചുമത്തിയ ഇതുവരെ വിചാരണ പോയിട്ട് കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത കേസുകൾ പിൻവലിക്കുക. UAPA വിഷയത്തിൽ ഒരു കൃത്യമായ നയം രൂപീകരിക്കുക. തുടർന്നും UAPA ചുമത്താതിരിക്കുക തുടങ്ങിയവ. അത് ചെയ്യുമോ എന്നത് കണ്ടറിയണം. ഇലക്ഷനെക്കുറിച്ച് കാര്യമായി ഒന്നും മിണ്ടണ്ട എന്നായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ പിണറായി വിജയനോട് ചരിത്രം കരുണ കാട്ടട്ടെ എന്ന് ഒരു സുഹൃത്ത് ഇട്ട സ്റ്റാറ്റസ് കണ്ടപ്പോൾ എന്തായാലും എഴുതണം എന്ന് കരുതി. കാരണം 2019 മുതൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസും കരുണ കാട്ടാത്ത എൻ്റെ അമ്മയും താഹയുടെ ഉമ്മയുമടക്കം ഒരുപാട് അമ്മമാരെ എനിക്ക് പരിചയമുണ്ട്. തൽക്കാലം ഇവിടെ നിർത്തട്ടെ. തുടരുമെന്ന് കുറിച്ചുകൊണ്ടാണ് അലൻ അവസാനിപ്പിക്കുന്നത്. അലൻ്റെ ചോദ്യം ശക്തമാണ്. കാലം കാത്തിരിക്കുന്നത് ചില കാവ്യനീതികൾക്കാണ്.